ഹലോ എവ്രിവൺ, ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതിനുള്ള ഉത്തരമാണ്. കാരണം ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്. ഞാൻ വാച്ച് ലിസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ ഡെയിലി ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകൾ എന്നുള്ള രീതിയിൽ ഇൻട്രാഡേ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളുടെ വാച്ച് ലിസ്റ്റ് ഞാൻ ഇന്ന് രാവിലെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ബൈ ആവാം, സെൽ ആവാം, എന്തും ആവാം, പക്ഷേ ഞാൻ വാച്ച് ലിസ്റ്റ് ഷെയർ ചെയ്യാറുണ്ട്. നല്ല മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉള്ള സ്റ്റോക്കുകളാണ് അത്തരത്തിലുള്ള സ്റ്റോക്കുകൾ. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നിന്ന് എങ്ങനെയാണ് ബൈ ഓർ സെൽ കണ്ടെത്തുന്നത് എന്നുള്ളതിനുള്ള ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് നാളെ മുതൽ ഞാൻ അയക്കുന്ന വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളിൽ ട്രേഡ് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് വാച്ച് ലിസ്റ്റ് ഞാനൊന്ന് ഷെയർ ചെയ്യും, അതിൽ എങ്ങനെ ട്രേഡ് എടുക്കും എന്നുള്ളത് ഞാൻ വീഡിയോസ് ആയിട്ട് ചെയ്യാം എന്നുള്ളതാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നോളജ് കിട്ടും, എന്നിട്ട് നിങ്ങൾക്ക് സ്വയം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അതാണ് എൻ്റെ പ്ലാന്. കംപ്ലീറ്റ്ലി സ്പൂൺ ഫീഡിങ് രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ തീരെ ഇതിനെക്കുറിച്ച് അറിയാത്ത ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ പല റോങ് ആയിട്ടുള്ള ട്രേഡുകൾ എടുക്കാനും വലിയ കുറച്ച് റിസ്കി ആയിട്ടുള്ള സ്റ്റോക്ക്, ഞാൻ പല സമയത്ത് റിസ്കി ആയിട്ടുള്ള എൻട്രികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലൊക്കെ വലിയ എമൗണ്ട് ഒക്കെ ഇട്ട് ചെയ്യും. അപ്പം അത്തരത്തിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാൻ ഞാൻ കാരണം അത്തരത്തിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇത്രയും സിമ്പിളായിട്ട് ട്രേഡ് ചെയ്തിട്ട് ലോസ് വരുത്തണ്ട എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാനത് ഡെഫിനറ്റ്ലി അത് ഷെയർ ചെയ്യാത്തത്. കാരണം ഞാൻ മുൻപ് ഷെയർ ചെയ്ത സമയത്ത് ഇങ്ങനത്തെ നെഗറ്റീവായിട്ടുള്ള അനുഭവം ഉണ്ടായതുകൊണ്ടാണ്. എനിവേ, ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ, ഇന്ന് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ 5 സ്റ്റോക്കുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ 5 സ്റ്റോക്കുകളിൽ നിന്ന് 2 സ്റ്റോക്കുകൾ ഞാൻ പിക്ക് ചെയ്തിട്ട് അതിൽ എങ്ങനെ ട്രേഡ് എടുത്തു എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വാച്ച് ലിസ്റ്റ് ഓൾമോസ്റ്റ് 5 സ്റ്റോക്സ് ഉണ്ട്. PNB, സെയിൽ, ഇന്ത്യ സിമെൻറ്റ്, BHEL, ഭാരതി എയർടെൽ. ഈ 5 സ്റ്റോക്കാണ് നമ്മുടെ വാച്ച് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഏതിലാണോ എന്നുള്ളത് നോക്കിയിട്ട് അതിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഭാരതി എയർടെല്ലിൽ, PNB, സെയിൽ, ഇന്ത്യ സിമെൻറ്റ്, BHEL. ഓക്കെ, സെയിലിടാം, BHEL ഇടാം. ഓക്കെ, പിന്നെ നമുക്ക് ഇന്ത്യ സിമെൻറ്റാണ് വരുന്നത്. ഓക്കെ, ഈ 4 സ്റ്റോക്കാണ് ഇപ്പോൾ കറൻ്റ്ലി വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ മൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡാണ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. അതിന് കാരണം ഇന്ന് നിഫ്റ്റി ഓൾമോസ്റ്റ് ഹയർ ലെവലിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ ഒരു സെൽ ഓഫ് വരാനുള്ള ഒരു പോസിബിലിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡാണ്. ഓക്കെ, നമ്മൾ ബ്രേക്ക് ഔട്ട് ട്രേഡാണ് എടുക്കുന്നത് സ്റ്റോക്കിൽ. ഇപ്പം ഇന്ത്യ സിമെൻ്റ് ഉണ്ട്. ഇന്ത്യ സിമെൻറ്റിൻ്റെ ബ്രേക്ക് ഔട്ട് റേഞ്ച് നമുക്ക് എന്താ പറയുക, പ്ലേസ് ചെയ്ത് വെക്കാം. ഏതൊക്കെ റേഞ്ചിൻ്റെ താഴോട്ട് പോയാലാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഇന്നലത്തെ ഹൈയും ഇന്നലത്തെ ലോയുമാണ് ഈ ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യ സിമെൻറ്റ് ഇപ്പോൾ നിൽക്കുന്നത്, ഇന്നത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ മൂവ്മെൻറ്റ് അപ്പ് സൈഡിലേക്ക് മൂവ് ചെയ്ത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോയിട്ട് പിന്നെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയാതെ താഴോട്ട് വന്ന് നിൽക്കുന്ന സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം ഈ ഒരു മൂവ്മെൻറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തതും കൂടെ ആയിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് വളരെ റീട്രേസ്മെൻ്റ് ഒക്കെ തന്നിട്ട് നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് തന്നത്. പക്ഷെ അവിടെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു ഫാക്റ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ഈ ഒരു പോയിന്റ് ഇതിൽ നമുക്കിപ്പോൾ തൽക്കാലം ഈ ഒരു സ്റ്റോക്കിൽ ഹയർ സൈഡിലേക്കുള്ള ട്രേഡാണ് തൽക്കാലം നമുക്ക് നോക്കാൻ നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പം റീസെൻ്റ്ലി നമുക്ക് ഇത്രയും ഒരു നല്ലൊരു അപ്പ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അപ്പ് മൂവ്മെൻറ്റ് തന്നതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഫോളോ അപ്പ് മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ട്രേഡ് എടുക്കുന്നതായിരിക്കും നല്ലത്. താഴോട്ട് ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, താഴോട്ട് പോകാനുള്ള വളരെ ചെറിയ ടൈം ഫ്രെയിമിലുള്ള പ്രൈസ് ആക്ഷൻ നോക്കുമ്പോൾ ചിലപ്പം ഈ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് താഴോട്ട് വന്ന് ലോ വരെയൊക്കെ പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട് പ്രൈസ് ആക്ഷനിൽ. പക്ഷേ അതേസമയം നമുക്ക് റിസ്ക്കാണ്. കാരണം ഇത്രയും ഹൈ അപ്പ് സൈഡ് നടന്നുകൊണ്ട് അപ്പ് സൈഡിലേക്കുള്ള ക്യാൻഡിൽസൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഈ ക്യാൻഡിൽസൊക്കെ നോക്കുന്ന സമയത്ത് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിൽസ്, ഹയർ ലെവലിലേക്കുള്ള ക്യാൻഡിൽസാണ് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും റിവേഴ്സിൽ വന്ന് മുകളിലോട്ട് പോകാം. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജ് ആയതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ടാർഗറ്റ് വിചാരിച്ചത്ര കിട്ടണമെന്നില്ല താഴോട്ട് പോകുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഹയർ ലെവലിലേക്കുള്ള ട്രേഡ് എടുക്കാം. ഇതാണ് നമ്മുടെ ഹൈ വരുന്നത്. യെസ്റ്റർഡേസ് ഹൈ എവിടെ വരുന്നത്? ഓക്കെ, ഇതാണ് ഹൈ വരുന്നത്. അപ്പോൾ ഈ ഹൈ വീണ്ടും ബ്രേക്ക് ആവുകയാണ്. ഇപ്പം ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു റീട്രേസ്മെൻറ്റിൻ്റെ മുകളിലോട്ടൊക്കെ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നിന്ന്
ഒരു ബുള്ളിഷ്നെസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് ബ്രേക്ക് ആവണമെന്ന് നിർബന്ധമല്ല, ബ്രേക്ക് ഔട്ട് നടന്നിട്ട് തന്നെ എടുക്കണമെന്നില്ല. പക്ഷേ ഈ ഒരു പോയിന്റിൽ നിന്ന് നല്ലൊരു വോളിയം വിത്ത് വോളിയം ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ് കിട്ടുന്നുണ്ടെങ്കിൽ അതും ഓക്കെയാണ്. ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി സംഭവിച്ചിട്ടുള്ളത്, ഇവിടെ ഈ ഹയർ ലെവൽ വോളിയം നോക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വിസിബിളാണ് ബുള്ളിഷ് തന്നെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കാം. അതായത് ഈ ഒരു ഹയർ ലെവലിലേക്കുള്ള ഈ മൂവ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നീട് വോളിയം നമുക്ക് കിട്ടിയിട്ടേ ഇല്ല. അപ്പോൾ ഇനി നമുക്ക് ഹയർ ലെവലിലേക്ക് വീണ്ടും ഒരു ക്യാൻഡിൽ വന്ന് അവിടെ ആ സമയത്ത് തന്നെ ഇവിടെ വോളിയം വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ബൈ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, കൺഫർമേഷൻ ആയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള സമയമാണ്. വോളിയം ബിൽഡപ്പ് ആവാതെ നമ്മൾ ഇതിൽ ട്രേഡ് എടുത്തിട്ട് കാര്യമില്ല. ഇപ്പോൾ നമ്മൾ എപ്പോൾ ട്രേഡ് എടുത്താലും ഇതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. വോളിയം വന്നാലേ നമുക്ക് ആ ഒരു ഡയറക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടി വോളിയത്തിന് വേണ്ടി നമുക്ക് ഇന്ത്യ സെഗ്മെൻറ്റിൽ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കുള്ളത് BHEL ഉണ്ട്, സെയിലുണ്ട്. നമുക്ക് ഇതിലും എന്താ അവസ്ഥ എന്നുള്ളത് നോക്കാം. സെയിലും നമുക്ക് വോളിയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന സമയത്ത്. വോളിയം വിത്ത് വോളിയം മാത്രമേ നമുക്ക് കൺഫർമേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വോളിയം എപ്പോഴും പ്ലേസ് ചെയ്തിടുക. BHELൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഇന്നലത്തെ ഹൈ ഒക്കെ എപ്പോഴോ കട്ട് ചെയ്ത്, ഓപ്പണിംഗ് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഹയർ സൈഡിൽ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു ഹയർ സൈഡിൽ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതും സെയിം ഒരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഇതിലും നമുക്ക് വോളിയം വന്നു കഴിഞ്ഞാൽ ഒരു ഡിസിഷൻ എടുക്കാം. ഹയർ ലെവലിലേക്കാണ് വോളിയം എന്നുണ്ടെങ്കിൽ നമുക്ക് ഹയർ ലെവലിലേക്ക് പോവാം. അതല്ല താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ വരെയുള്ള മൂവ്മെൻറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ സെല്ലും ബൈയും പോസിബിൾ ആണ്. പക്ഷേ വോളിയം കൺഫർമേഷൻ കിട്ടിയിട്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഇനി നമുക്ക് സെയിൽ നോക്കാം. സെയിലിൻ്റെ വോളിയം ഇട്ട് കഴിഞ്ഞാൽ എന്താ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. ഓക്കെ, സെയിലിലും സെയിം സിറ്റുവേഷനാണ്. ഹയർ ലെവലിലേക്കാണ് വോളിയം ഇതുവരെ കാണിച്ചിട്ടുള്ളത്, ബുള്ളിഷ്നെസ് ആണ് കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലും വെയിറ്റിംഗ് ആണ്. നമുക്ക് ഇവിടെ ഒരു വോളിയം ബിൽഡപ്പ് കാണിച്ചാലാണ് ബൈ ചെയ്യാൻ പറ്റുക. പക്ഷേ ഇത് കുറച്ചും കൂടെ സെയിൽ കുറച്ചും കൂടെ ബുള്ളിഷ് ആയിട്ടുള്ള ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ BHEL നമുക്ക് താഴോട്ടും മുകളിലോട്ടും ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. പക്ഷേ ഇന്ത്യ സിമെൻ്റ് ആണെന്നുണ്ടെങ്കിലും സെയിലാണെന്നുണ്ടെങ്കിലും ബൈ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ബൈ ഹയർ സൈഡിലേക്ക് ഒരു വോളിയം നമുക്ക് കിട്ടുകയാണെങ്കിൽ അവിടെ നമുക്ക് ബൈ പോവാം. ഓക്കെ, BHEL ഡൗൺ സൈഡ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓക്കെ, ഇവിടെ വോളിയം അത്യാവശ്യം ബിൽഡപ്പ് ആവുന്നുണ്ട്. മിക്കവാറും ഇത് ടച്ച് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ വെയിറ്റ് ചെയ്യാം. നമുക്ക് വോളിയം ഒന്നുകൂടെ ഒന്ന് കൺഫേം ആവട്ടെ. കുറച്ചുകൂടെ വോളിയം വരാണ്ട്. ഓൾമോസ്റ്റ് കൺഫേം ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BHEL ഒരു സെല്ല് പോവാം. ഓക്കെ, ഞാനിത് കംപ്ലീറ്റ്ലി എഡ്യൂക്കേഷണൽ പർപ്പസ് ആണ്. അപ്പോൾ ജസ്റ്റ് ക്വാണ്ടിറ്റി എടുക്കുക, സ്റ്റോപ്പ് ലോസ് വെക്കുക എന്നുള്ള രീതിയിൽ മാത്രമേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, എത്ര പെർസെൻറ്റേജ് ആണ് നമുക്ക് താഴോട്ട് ടാർഗറ്റ് കിട്ടാൻ ചാൻസ് എന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. ഏകദേശം 0.8 വരെ ടാർഗറ്റ് ഉള്ളൂ. അതൊരു കൺസേൺ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഈ ഒരു ലെവലിലെങ്കിലും കിട്ടണം. എങ്കിലേ നമുക്ക് എന്തെങ്കിലും 303 നമുക്ക് കിട്ടിയാലേ നമുക്ക് നല്ലൊരു ട്രേഡായിട്ട് അത് കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ. 0.8 കിട്ടണം. കാരണം നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്താണെങ്കിലും നമുക്ക് ഇപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ 8 ലെവലിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 0.4 നമുക്ക് സ്റ്റോപ്പ് ലോസ് വരണം. ഓക്കെ, 4 ആക്ച്വലി നമുക്ക് 304.6 സ്റ്റോപ്പ് ലോസ് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ആക്ച്വലി എവിടെ നിന്ന് കിട്ടണമെന്ന് ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒരു 303.3 നമുക്ക് എൻട്രി കിട്ടിയാലേ ഇത് സെല്ല് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർഡർ ഇട്ട് വെക്കുകയാണ്. 303.3 കിട്ടുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് സെല്ല് ചെയ്യാം. 303.3 ഓക്കെ, ഒരു 303.2 ഓക്കെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഇടുകയാണ്. ഒരു 10 ക്വാണ്ടിറ്റി നമുക്ക് സെല്ല് ചെയ്യാം. ഓക്കെ, ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓർഡർ കാണാം നിങ്ങൾക്ക്. എന്താണ് ഗോൾഡ് ഡിവീസോ? ഓക്കെ, ഇത് ഓക്കെ. അപ്പം ഓർഡർ ഇട്ട് വെച്ചിട്ടുണ്ട്. എക്സിക്യൂട്ട് ആവുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം സെയിലിൽ നമ്മൾ ഓർഡർ ഇട്ടിട്ടുള്ളൂ, എൻട്രി കിട്ടിയിട്ടില്ല. ഇവിടെ നമുക്ക് ബൈ ഓർഡറേ നമുക്ക് നോക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വോളിയം വരട്ടെ. വോളിയം വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് PNB ഭാരതി എയർടെൽ ഉണ്ട്. ഓക്കെ, PNB ഭാരതി എയർടെൽ കുറച്ചും കൂടെ നെഗറ്റീവ് തന്നെയാണെന്നാണ് തോന്നുന്നത്. അതെ, നെഗറ്റീവാണ്. ഇന്നലത്തെ ഹൈ വരുന്നത് ഓക്കെ.
ഇന്നലത്തെ ഹൈ ഏകദേശം ഇവിടെ വരുന്നത്. ഹൈൻ്റെ അവിടുന്ന് നല്ല സെല്ലിങ് കിട്ടിയിട്ടുണ്ട്. യെസ്റ്റർഡേസ് ഹൈന്ന് നല്ല സെല്ലിങ് കിട്ടിയിട്ടുണ്ട്. യെസ്റ്റർഡേസ് ലോ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, മിക്കവാറും ഏതെങ്കിലും ഒരു സൈഡ് ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമുക്ക് വോളിയം നോക്കാം. വോളിയം കൺഫ്യൂസ്ഡ് ആണ്. രണ്ട് സൈഡിലേക്കും വോളിയം കാണിക്കുന്നുണ്ട്. സെല്ലിങ് വരുന്ന സമയത്തും ബൈങ് വരുന്ന സമയത്തും വോളിയം കാണിക്കുന്നുണ്ട്. സോ അവിടെ നിൽക്കട്ടെ, നമുക്ക് PNB കൂടെ ഒന്ന് നോക്കാം. ഭാരതി എയർടെൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കേട്ടോ. അപ്പം നമുക്കത് അവിടെ വെയിറ്റ് ചെയ്യട്ടെ, കുറച്ചും കൂടെ ഒന്ന് മൂവ്മെൻറ്റ് കാണട്ടെ, നമുക്കൊരു ക്ലാരിറ്റി കിട്ടട്ടെ. ഇനി PNBയിലുള്ള വോളിയം PNBയിലും സെല്ലിങ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ ബുള്ളിഷായിട്ടുള്ള വോളിയം നടന്നിട്ടുണ്ട്, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതൊരു കൺഫർമേഷൻ ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല. ഇനി ഇന്നലത്തെ ഹൈ വരുന്നത് ഇവിടെയാണ് ഹൈ വരുന്നത്, ഏകദേശം ഈ ഒരു ലെവൽ. അവിടെ നമുക്ക് സെല്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇന്നലത്തെ ഹൈൻ്റെ അവിടുന്ന് സ്റ്റോക്കിന് സെല്ലിങ് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ലോ ഇവിടെ വരുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ഇന്നത്തെ ഡേ ലോ വെക്കാം. അത് അത്യാവശ്യം നല്ലൊരു സപ്പോർട്ടാണ്. ഈ ഒരു ക്യാൻഡിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ് ഞാനിപ്പോൾ പ്ലേസ് ചെയ്തിട്ടുള്ള റേഞ്ച്. അപ്പോൾ ഇതിൽ നമുക്ക് ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്നതാണ് നല്ലത്. അതായത് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു ബ്രേക്ക് ഔട്ട്, അതായത് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്താലും ഇതിൽ നമുക്കൊരു ബുള്ളിഷ് ട്രേഡ് എടുക്കാം. കാരണം ഇതിൽ വോളിയം വെച്ച് നോക്കുമ്പോൾ ബുള്ളിഷ് എന്താ പറയുക, ബയേഴ്സ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വോളിയത്തിൽ. അപ്പോൾ മേ ബി അപ്പ് സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഇത് ബ്രേക്ക് ഔട്ടിൽ ട്രേഡ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സപ്പോർട്ടിൽ ബൈ ചെയ്യാം. ഇതിൽ നമുക്ക് PNBയുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നല്ലൊരു സപ്പോർട്ട് കിട്ടിയാലും ബൈ ചെയ്യാൻ പറ്റും, ഹയർ ലെവലിലേക്ക് ബ്രേക്ക് ഔട്ട് കിട്ടിയാലും ബൈ ചെയ്യാൻ പറ്റും. അതാണ് PNBയിലുള്ള സിറ്റുവേഷൻ. ഇതിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്നത് ഭാരതി എയർടെല്ലാണ്. ഒന്നുകൂടെ നോക്കാം. ഓക്കെ, BHEL നമുക്ക് എൻട്രി കിട്ടിയിട്ടില്ല, കൺസോൾട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻട്രി കിട്ടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കിട്ടേണ്ടതാണ്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സെയിലിൽ ഹയർ ലെവലിലേക്കുള്ള മൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, സെയിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇന്നലത്തെ ഹൈയുടെ മുകളിലാണ് സെയിൽ ട്രേഡ് ചെയ്യുന്നത്. ഓൾറെഡി ഹൈയുടെ മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. പോരാത്തതിന് ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. കണ്ടോ, ഇവിടെയൊക്കെ വോളിയം വിത്ത് ബൈയിങ് വിത്ത് വോളിയം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇന്നത്തെ ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ സെയിലിൽ എനിക്ക് തോന്നുന്നു സെയിലിലൊരു ബൈ ഓർഡർ നല്ലതായിരിക്കും. സ്റ്റോപ്പ് ലോസും ചെറുത് വെച്ചാൽ മതിയാവും. പക്ഷെ നമുക്കൊരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യാം. ഈ ഒരു ഹൈ കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം മോർണിംഗിൽ ഫാസ്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് ഈ ഒരു ഹൈ എന്നിട്ട് വിന്നർ റീട്രേസ്മെൻറ്റ് വന്നിട്ടാണ് ഇതിനടുത്ത മൂവ്മെൻറ്റ് വന്നത്. അപ്പോൾ ഈ സെയിം ഹൈ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺഫർമേഷൻ ആയി ഹൈ സൈഡിലേക്ക്. അപ്പോൾ ഇത് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. സെയിലിൽ ഇന്ത്യ സിമെൻറ്റിൽ വോളിയം ബിൽഡപ്പ് വന്നിട്ടില്ല, നെഗറ്റീവാണ് മൊത്തത്തിൽ. വോളിയം നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ ആണ്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റിയിലൊരു ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. വേണമെങ്കിൽ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മളിന്ന് നിഫ്റ്റിയിൽ എടുക്കുന്നില്ല. ഇന്ന് നമ്മൾ സ്റ്റോക്കിൽ എങ്ങനെ ട്രേഡ് എടുക്കുന്നത് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്ന നമ്മുടെ സ്റ്റോക്കുകൾ നോക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നമ്മൾ നിഫ്റ്റി തൽക്കാലം എടുക്കുന്നില്ല. നമുക്ക് സ്റ്റോക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തെങ്കിലും മൂവ്മെൻറ്റ് കാണുമ്പോൾ അടുത്ത് നമുക്കെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ PNB ഓൾമോസ്റ്റ് താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, PNB നമ്മൾ ബുള്ളിഷാന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു റീട്രേസ്മെൻറ്റിൻ്റെ എൻട്രി എടുക്കാം. ഓക്കെ, ഒന്നുകൂടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ബൈ ചെയ്യാം. അപ്പോൾ ഞാൻ റീട്രേസ്മെൻറ്റ് ലെവൽ നോക്കുകയാണ്. റീട്രേസ്മെൻറ്റ് ലെവൽ നോക്കുമ്പോൾ ഇപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ലെവലിലാണ് നിൽക്കുന്നത്. ഏറ്റവും ചെറിയ റീട്രേസ്മെൻറ്റ് ലെവലിലാണ് നിൽക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്
0.38 വരുമെന്നുള്ളതാണ്. 122.76 വരും. അപ്പോൾ നമുക്ക് 122.76, 121.70 ഏകദേശം ആ ഒരു ₹1 റേഞ്ചിലുള്ള ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിവേഴ്സൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതായത് ഇതാണ് 0.3 വരുന്നത്, ഇത് 0.6 ആണ് വരുന്നത്. 6 വരെ വരാൻ ചാൻസ് ഇല്ല. 0.3 to 0.5 ഉള്ളിലായിരിക്കും റിവേഴ്സൽ നടക്കുക എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതായത് ഏകദേശം ഈ ഒരു റേഞ്ച്, ഞാനിപ്പോൾ വരച്ചിട്ടുള്ള ഈ ഒരു ബോക്സിലാണ് മിക്കവാറും റീട്രേസ്മെൻറ്റ് നടക്കുക. ഓക്കെ ഈ റേഞ്ചിൽ റീട്രേസ്മെൻറ്റ് നടക്കും. ഈ റേഞ്ചിൽ എത്തിയിട്ട് ഇവിടുന്ന് ബൈയിങ് നടന്ന് വീണ്ടും ഹൈ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത് PNBയിൽ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ താഴോട്ട് വരട്ടെ. അല്ലെങ്കിൽ പിന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അതായത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണമെന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ടിലേക്ക് എത്തണം. സപ്പോർട്ടിലേക്ക് എത്തിയാലും ബൈ ചെയ്യും, റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും ബൈ ചെയ്യും. അതാണ് PNB. ഇനി വരുന്നത് BHEL ഇവിടുന്ന് റിവേഴ്സൽ കാണിക്കുമോ എന്നൊരു സംശയമുണ്ട്. കാരണം ഇവിടെ കുറച്ച് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ വോളിയം വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, ഇവിടെ വോളിയം ബേസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് സെല്ലിങ് തന്നെയാണ് കാണിക്കുന്നത്. എന്താണെങ്കിലും നമുക്കിവിടെ എൻട്രി കിട്ടുമെന്ന് വിചാരിക്കുക. BHEL എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പം കുഴപ്പമില്ല. അത് ഇനിയിപ്പം റിവേഴ്സ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും കുഴപ്പമില്ല. നമുക്ക് ഓൾമോസ്റ്റ് ഇതിൽ നല്ല ഒരു എൻട്രി കിട്ടുന്നതാണ്, PNBയിൽ നല്ലൊരു എൻട്രി കിട്ടും എന്നാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ PNB നല്ലൊരു ട്രേഡ് ആയിരിക്കും, നല്ലൊരു ബൈ നമുക്ക് ചെയ്യാൻ പറ്റും. വരട്ടെ. ഭാരതി എയർടെൽ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്. അതിലൊന്നും വോളിയം ഒക്കെ കാണുന്നുണ്ട്, പക്ഷേ രണ്ട് സൈഡിലും വോളിയം ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതി എയർടെലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൽ വോളിയം ഇല്ലാത്ത പ്രശ്നമല്ല. ഇവിടെ ഇപ്പോൾ വോളിയം ഉണ്ട്, പക്ഷേ അത് കണ്ടോ കൺസോളിഡേറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും അത് റിവേഴ്സ് ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ ഭാരതി എയർടെൽ ഇല്ല. നമുക്ക് നോക്കാം, താഴോട്ട് വരട്ടെ, കുറച്ചും കൂടെ ഒരു മൂവ്മെൻറ്റ് കാണിക്കട്ടെ. താഴോട്ട് വരുന്നുണ്ട്. താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഭാരതി എയർടെല്ലിൽ നമുക്ക് എൻട്രി പോകാൻ പറ്റിയത് ഇവിടെ സെല്ലിങ് കൺഫേം ആയോ? ഇവിടെ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടിൽ റിയാക്ട് ചെയ്യുമോ നോക്കാം. ഇതിൽ ഈ സപ്പോർട്ടിലൊരു റിവേഴ്സൽ കാണിക്കാന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു റീട്രേസ്മെൻറ്റ് തരാമെന്നുണ്ടെങ്കിൽ നമ്മൾ സെൽ എൻട്രി എടുക്കും. കാരണം ഇത് മിക്കവാറും നമ്മുടെ ലോ ടച്ച് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ഇന്നലത്തെ ലോ, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നമുക്ക് ഇപ്പം ഭാരതി എയർടെൽ നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് സപ്പോർട്ടുള്ള ഏരിയയാണ്. കണ്ടോ, ഇന്നലെ നമുക്ക് ഒരുപാട് പ്രാവശ്യം റിവേഴ്സൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഏരിയയിലാണ് ഇപ്പോൾ ഭാരതി എയർടെൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഒരു സെല്ല് ചെയ്യുന്നത് നല്ലതല്ല. പക്ഷേ ഒരു റീട്രേസ്മെൻറ്റ് കിട്ടിയിട്ട് അവിടുന്ന് വീക്ക്നെസ് കാണിക്കാന്നുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം, നോ ഇഷ്യൂസ്. നമുക്ക് നോക്കാം. സ്റ്റിൽ BHELലും സെയിലും നമുക്കൊരു ഇത് രണ്ടും ബുള്ളിഷാണ്. പക്ഷേ ഒരു BHEL ഒന്നുകൂടെ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BHEL നമ്മൾ എൻട്രി മാറ്റും, ഓർഡർ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ട് ബൈ പോകും. കാരണം ഇത്രയും ടൈമൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. സെല്ലിങ് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്റ്റോക്കുകളൊക്കെ താഴോട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ BHELന് ഇത്രയും സമയം ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ. നമുക്ക് നോക്കാം. നമുക്ക് ഭാരതി എയർടെല്ലൊരു നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിന്ന് ഏകദേശം ഇത് സപ്പോർട്ട് ലെവലാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരു റീട്രേസ്മെൻറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി സെല്ല് ചെയ്യാൻ പോവുകയാണ്. വീണ്ടും ആ ഒരു ലെവലിൽ നമ്മൾ സെല്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഒരു 10 ക്വാണ്ടിറ്റി നമ്മൾ ഭാരതി എയർടെല്ലിൽ ഈ റീട്രേസ്മെൻറ്റിൽ നിന്ന് സെല്ല് ചെയ്തു. അപ്പോൾ ഇത് സെല്ല് ചെയ്തു. ഇനി നമ്മൾ സ്റ്റോപ്പ് ലോസ്, നമ്മുടെ ആവറേജ് പ്രൈസ് വരുന്നത് 1456. അവിടുന്ന് സ്റ്റോപ്പ് ലോസ് എത്ര വെക്കാൻ നോക്കാം. 1456.25. 6.25 ഏകദേശം. അതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് നമുക്ക് 80 വരുന്നുണ്ട്.
കുഴപ്പമില്ല, നമുക്ക് 80 വന്നാലും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 88 1.6 കിട്ടിയാലേ നമുക്ക് നമ്മുടെ റിസ്ക് റിവാർഡ് ശരിയാവുള്ളൂ. എനിവേ അത് കിട്ടും, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 0.6 വരെ, അതായത് 1468 നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഭാരതി എയർടെല്ലിൽ വരേണ്ടത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതി എയർടെൽ രണ്ട് സൈഡുക്കും ഒരുപോലെ എന്താ പറയുക കൺഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞല്ലോ ഭാരതി എയർടെൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് ട്രേഡ് നടക്കുന്നത്. ഭയങ്കര പെട്ടെന്ന് തന്നെയാണ് നമുക്ക് റിവേഴ്സലും കിട്ടിയത്. 1468 നമ്മുടെ സ്റ്റോപ്പ് ലോസ്. 468 1469. ഓക്കെ, അപ്പോൾ നമ്മൾ ഭാരതി എയർടെല്ലിൽ സ്റ്റോപ്പ് ലോസ് വെച്ചു. ഓക്കെ, അത് നമ്മുടെ BHEL നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ 303.2 എൻട്രി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമുക്ക് എൻട്രി എക്സിക്യൂട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 303.20 കറക്റ്റ് നമ്മുടെ എൻട്രി എക്സിക്യൂട്ട് ആയിട്ടാണ് സ്റ്റോക്ക് താഴോട്ട് വരുന്നത്. നമുക്ക് 0.4 വെക്കണം, അതായത് 304.5 നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത് BHEL. 4.5 ഓക്കെ. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് രണ്ടിൽ നമ്മൾ ട്രേഡ് എടുത്തു. ഭാരതി എയർടെല്ലിൽ ഓപ്പോസിറ്റ് നല്ല റിവേഴ്സിൽ കാണിക്കുന്നുണ്ട്, പക്ഷേ സ്റ്റിൽ അത് സെല്ലിങ്ങിലേക്ക് തന്നെ വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ. ഈ സപ്പോർട്ടിൽ നിന്ന് റിവേഴ്സിൽ കിട്ടി നമുക്ക്, പക്ഷേ റിവേഴ്സിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്താണെങ്കിലും താഴോട്ട് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള ചാൻസസ് കാണുന്നുണ്ട്. ഈ ഒരു ഹൈ എങ്കിലും ടച്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്, കാരണം ഇത്രയും സെല്ലിങ് വന്നതാണല്ലോ. ഹയർ ലെവലിലൊക്കെ നല്ല വോളിയം വെച്ചിട്ട് നല്ല സെല്ലിങ് സ്ലോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു, വിത്തൗട്ട് വോളിയാണ്. പിന്നെ ഇവിടെ നിന്ന് വോളിയം വന്ന സമയത്തും സെല്ലിങ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് താഴോട്ട് വരുന്ന തന്നെയാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ. നമുക്ക് നോക്കാം. നമ്മൾ ബുള്ളിഷ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന PNB നമ്മൾ ഈ ബോക്സിലേക്ക് വരണമെന്നാണ് നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ റിവേഴ്സ് ചെയ്യുന്നൊരു സിഗ്നലാണ് കാണിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഏകദേശം ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിതിൽ ബൈ എൻട്രി പോകാനാണ് പ്ലാൻ വരുന്നത്. ഏകദേശം ഈ ട്രെൻഡ് ഇത് ബ്രേക്ക് ഔട്ട് നടത്തിയിട്ട് ഒരു നല്ല മൂവ്മെൻറ്റ് തരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളിതിൽ ബൈ ചെയ്യും. BNB ബൈ ഓർഡർ പോകും. BHEL എല്ലാം കൺസോൾട്ടേഷനിലാണ്. എനിക്ക് തോന്നുന്നു നിഫ്റ്റി കുറച്ച് ബുള്ളിഷ് മൂവ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിഫ്റ്റി ബുള്ളിഷാണ്. നമുക്ക് നിഫ്റ്റിയിലൊരു ബുള്ളിഷ് മൂവ്മെൻറ്റ് കിട്ടി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സ്റ്റോക്കുകളൊക്കെ ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്തത്, ഒന്ന് മുകളിലോട്ട് പോയത്. നിഫ്റ്റിയിൽ നമുക്കൊരു ട്രേഡ് എടുക്കാമായിരുന്നു, നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ ഡൗൺ ആയിരുന്നു. എനിവേ ഓക്കെ, ഇപ്പോൾ ഏകദേശം 11:53 ഭാരതി എയർടെൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സൽ കാണിച്ച് അതുപോലെ തന്നെ താഴോട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്ക് എന്താണെങ്കിലും നോക്കാം, താഴോട്ട് പോകുന്ന എക്സ്പെക്റ്റ് ചെയ്യാം. ഈ സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു PNB, പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്തിട്ടില്ല. നമുക്ക് ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് ഇവിടെ നമ്മൾ ബൈ പോകുന്നത്. പിന്നെ നമ്മുടെ BHEL നമ്മൾ സെല് ചെയ്ത പ്രൈസിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നും കാണിക്കുന്നില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, സമയം ഏകദേശം 7:21 കുറച്ച് ബിസി ആയതുകൊണ്ട് എനിക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. നമ്മൾ ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സ്റ്റോക്കുകൾ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ BHEL നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഡൗൺ സൈഡ് തന്നു. കണ്ടോ, രണ്ടിൽ നമ്മൾ ഓൾമോസ്റ്റ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണാം. BHEL ഏകദേശം നമുക്ക് 1% റിട്ടേൺസ് തന്നു. നമ്മളിവിടെ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് യെസ്റ്റർഡേസ് ഹൈ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യെസ്റ്റർഡേസ് ഹൈ ആണ് ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഈ ഒരു ലെവലിലാണ്, ഈ ഡോജി കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ലെവലിലാണ്. മാക്സിമം നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഹൈ, ഇന്നലത്തെ ഹൈൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ഹൈ എത്തുന്നതിൻ്റെ മുൻപ് എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 300.24. ഏകദേശം ഈ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മൾ 3 പോയിന്റാണ് നമ്മൾ ടാർഗറ്റ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഭാരതി എയർടെൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സപ്പോർട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് തന്നെ കറക്റ്റ് വന്നു. അതിലേറെ കുറച്ചുകൂടെ താഴോട്ട് വന്നു, പക്ഷേ ആ ഒരു ലെവലിൽ നമ്മൾ ബുക്ക് ചെയ്തു പ്രോഫിറ്റ്. അതായിരുന്നു നമുക്ക് എയർടെല്ലിൽ കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ട്രേഡ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ 5 സ്റ്റോക്കുകൾ വാച്ച് ലിസ്റ്റിൽ ഇട്ടെങ്കിൽ 2 സ്റ്റോക്കിൽ മാത്രമേ ട്രേഡ് എടുത്തുള്ളൂ. അത് എന്തുകൊണ്ട് എടുത്തു, എങ്ങനെ അതിൽ ട്രേഡ് എടുത്തു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് കീപ്പ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ എമൗണ്ടിന്റെ എത്ര പെർസെൻറ്റേജ് യൂസ് ചെയ്യണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ, ബെല്ലൈക്കണൊക്കെ ഓൺ ചെയ്ത് വെച്ചോ. ഞാൻ ഒരുപാട് എഡ്യൂക്കേഷണൽ വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. താങ്ക് യു.